Hello and welcome to Paradise for Cooking. Paradise for Cooking അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരി. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് പൊറോട്ടയാണ്. കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയാണ് നമ്മളിന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം സോഫ്റ്റ് ലെയർ പോലുള്ള കടയിൽ മേടിക്കാൻ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് നമ്മളിന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 12-13 മിനിറ്റിൽ വീഡിയോ ഇവിടെ ദൈർഘ്യം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഒരു പരന്ന ഗ്രാനൈറ്റോ ടൈലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. നമുക്ക് മാവൊക്കെ വെച്ച് കുഴയ്ക്കാനുള്ളതാണ്. അതിനുശേഷം 500 ഗ്രാമിൻ്റെ 2 മൈദ എടുക്കുന്നുണ്ട്, അതായത് 1 കിലോ. 1 കിലോൻ്റെ ആവശ്യമായ സാധനങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമുക്കൊന്ന് പൊട്ടിച്ച് മൈദ മാവ് നമ്മുടെ ഗ്രാനൈറ്റിലോട്ട് ഇടാം. ഇട്ടതിന് ശേഷം ഇതുപോലെ നടുക്കൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക. അതിലോട്ട് ഒരു താറാമുട്ടയാണ് ഞാൻ എടുക്കുന്നത്. 1 കിലോ മൈദയ്ക്ക് 1 താറാമുട്ട. അത് കഴിഞ്ഞ് ഒരു 1/4 കപ്പ് പഞ്ചസാര. അതിനുശേഷം ആവശ്യമായ ഉപ്പ്. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒരു 1/4 ഗ്ലാസ് വെളിച്ചെണ്ണ മതിയാവും. നമുക്ക് ഈ മുട്ടയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നടുക്കത്ത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മാവും അങ്ങോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. പിന്നീട് അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങൾ ആദ്യം തന്നെ 1 ഗ്ലാസ് ചേർക്കരുത്, കുറച്ച് ചേർത്ത് കഴിഞ്ഞ് കുഴച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ടൈം ലാപ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കൺസിസ്റ്റൻസി നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് പിന്നെയും കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റോളം കുഴച്ചതിന് ശേഷം ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അഥവാ നിങ്ങളുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അഥവാ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കയ്യിലൊന്ന് തൂക്കി കൊടുക്കുക. 2 കൈയിലോട്ടും ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൈദാമാവിലോട്ടും നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പരത്തുമ്പം നിങ്ങളൊന്ന് കുഴയ്ക്കുമ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾ നിർത്താതെ കുഴച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു സ്റ്റേജ് എത്തുന്നവരെ കുഴയ്ക്കുക. അതായത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു സ്റ്റേജ് വരെ എത്തും. അത് കഴിഞ്ഞ് പിന്നെയും കുഴച്ച് കൊടുക്കുക. നല്ല ആരോഗ്യം വേണം, എന്നാലേ കുഴയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ മാവ് ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് അതിനോട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ നന്നായിട്ട് ഇവിടെ കുഴയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ കുഴച്ചു. ഈ ഒരു ബോൾ പരുവത്തിൽ ആയി വന്നതിന് ശേഷം നമുക്കൊരു വെള്ള തുണി എടുക്കാം. വെള്ള തുണി എന്ന് പറയുമ്പോൾ തോർത്തായിരിക്കും ബെറ്റർ. കടകളിൽ കാണുന്ന പോലെ നനഞ്ഞ തുണിയായിരിക്കണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നനഞ്ഞ തുണി എടുക്കുക. അതിനുശേഷം ഈ മാവ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മാവ് സൂക്ഷിച്ച് അവിടെ വെക്കണം. അതിനുശേഷം 1 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ മാവ് ഒന്ന് നോക്കുകയാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് മാവ്. അതിനുശേഷം നമ്മൾ മാവിലോട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം മാവ് സോഫ്റ്റ് ആവും. ഇനി നമുക്കൊരു പീസ് ഒന്ന് മുറിച്ചെടുക്കാം. അതിനകത്ത് മൈദാമാവിൽ നിന്ന് ഒരു പൊറോട്ടയ്ക്കുള്ളൊരു ഉരുള മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയ പൊറോട്ടയാണ് ഇവിടെ എടുക്കുന്നത്. ഇത്രത്തോളം എടുത്തിട്ട് നമ്മൾ ആ ഒരു മാവ് വലിച്ച് നീട്ടുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ 4 സൈഡും യോജിപ്പിച്ച് അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വലിച്ച് നീട്ടുക. 4 സൈഡും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക.
അകത്തോട്ട് തള്ളുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊരു 3-4 വട്ടം മാവ് നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞു, ഒരു 4-5 വട്ടം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാനിവിടെ ഒരു ബോൾ ഒരു പരുവത്തിൽ ഞാനിവിടെ വെക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ളത് കൂടി ആ ഒരു പരുവത്തിൽ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബോളും റെഡി ആയിട്ടുണ്ട്. ബാക്കി ഞാനിവിടെ ഒരു 8 എണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ 8ഉം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുശേഷം ഓരോന്നിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് എണ്ണ ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഉരുളകളിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു മാവ് എടുത്തിട്ട് പരത്താൻ തുടങ്ങുകയാണ്. അതിനായി നിങ്ങൾ ഗ്രാനൈറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക, ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് ഒന്ന് കൈവച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയുടെ ഒരു കോലുണ്ടല്ലോ, അത് വെച്ചൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കുക. തിരിച്ചും മറിച്ചു വിട്ട് പരത്തി കൊടുക്കണം. നമ്മൾ ഈ മാവ് പരത്തുമ്പം നിങ്ങൾ ആരും പ്രത്യേകം ശ്രദ്ധിക്കണം, എത്രത്തോളം വലിച്ച് നീട്ടാൻ പറ്റുന്നു അത്രത്തോളം വലിച്ച് നീട്ടുക. ഇടയ്ക്ക് പൊട്ടിപ്പോകുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ച് സാരമില്ല. അപ്പോൾ ഞാനിവിടെ മാക്സിമം നമ്മുടെ മാവ് വലിച്ച് നീട്ടിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മൈദ മാവ് അതിൻ്റെ മേളിലൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഞാനിവിടെ വെളിച്ചെണ്ണ ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് മാവൊന്ന് മുറിക്കാം. മാവ് മുറിക്കുമ്പോൾ നിങ്ങളൊരു പിച്ചാത്തി എടുത്ത് നടുക്കുന്ന് അറ്റം വരെ നിങ്ങൾ മുറിക്കണം. അറ്റം മുറിക്കുമ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക, ഫുള്ളായിട്ട് മുറിക്കരുത്, ഈ ഒരു പോർഷനിൽ നിങ്ങൾ നിർത്തുക. അതിനുശേഷം നമുക്ക് മാവൊന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉരുട്ടി എടുക്കാം. ഈ ഒരു മാവ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വലിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളൊന്ന് റോൾ ചെയ്യുക. എന്നിട്ട് താഴത്തെ ഭാഗം നിങ്ങളൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു നീളത്തിലുള്ളൊരു മാവ് കിട്ടും. ഇതാ ഇങ്ങനെ. ഇനി നമ്മളൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ്. ഉരുട്ടിയെടുക്കാനായിട്ട് നിങ്ങളുടെ കൈ വിരലിന് 2 വിരലും ചേർത്ത് ചുറ്റുക. ഭയങ്കര ഈസിയാണ് ചുറ്റാൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാടൊന്നുമില്ല. 2 വിരലും കൂടെ ചേർത്ത് ഇങ്ങനെ ചുറ്റി ഫുള്ളായിട്ട് എടുക്കുക. അവസാനത്തെ ഭാഗം ഒരു കുറച്ച് വരുമ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് ചേർത്ത് തള്ളി കൊടുക്കുക. അപ്പോൾ ഓക്കെ, റെഡിയായി. നമ്മുടെ ഫസ്റ്റ് റോള് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റോളും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള മാവും കൂടെ റെഡി എടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ റോളിലോട്ട് കുറച്ചുകൂടെ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എത്രത്തോളം എണ്ണ ചേർക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ മാവ് സോഫ്റ്റ് ആവും. ഇനി നമുക്ക് നേരത്തെ വെച്ചിരുന്ന ഒരു തോർത്ത് കൊണ്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 മണിക്കൂർ മിനിമം വെക്കണം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളൊന്ന് തുറക്കുവാണ്. അപ്പോൾ നന്നായിട്ട് റോള് സോഫ്റ്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ പരത്താൻ പോവുകയാണ്. ചൂടാനുള്ള പൊറോട്ട നമ്മൾ കൈ വെച്ചാണ് പരത്തുന്നത്. കൈയുടെ ഈ ഒരു പോർഷൻ വെച്ച് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ എല്ലാ ഭാഗത്തും പരത്തി കൊടുക്കുക. നിങ്ങൾക്കൊരു ചപ്പാത്തി പലക വേണമെങ്കിൽ യൂസ് ചെയ്യാം,
പക്ഷെ കൈ വെച്ച് പരത്തുന്നതാണ് നമ്മുടെ ഒരു ട്രഡീഷണൽ രീതി. അപ്പം ഇച്ചിരി കൂടെ കട്ടി കൂടിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒന്നും കൂടെ പരത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മാക്സിമം എത്ര പരത്താൻ പറ്റുന്നോ അത്രത്തോളം പരത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൊറോട്ട ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു തവ എടുക്കുന്നുണ്ട്. തവയിലോട്ട് കുറച്ച് നെയ്യ് ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം നമ്മുടെ പൊറോട്ട മാവ് അതിനോട്ട് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിടുക. ചപ്പാത്തി ചുടുന്ന പോലെ സെയിം പ്രോസസ്സാണ്. അതിനുശേഷം വീണ്ടും മറിച്ചിടുക. കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് നോക്കാം. ഈ ഒരു പോർഷൻ എത്തിയതിന് ശേഷം നിങ്ങൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പൊറോട്ട ഞാൻ കൂടെ ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയാണ് പ്രോസസ്സ്. ഇനിയാണ് നമ്മുടെ പൊറോട്ടയുടെ മെയിൻ ഭാഗം, അടിച്ചെടുക്കുന്നത്. നിങ്ങൾ 4 പൊറോട്ട ഇവിടെ എടുത്ത് വെക്കുക. കൈ വെച്ച് ഇങ്ങനെ അടിക്കുക. അപ്പോൾ നമ്മുടെ ലെയറായിട്ട് തിരിഞ്ഞ് വരും. ഒരു 4-5 വട്ടം നിങ്ങൾ പൊറോട്ട വെച്ച് അടിക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 എണ്ണവും കറക്റ്റ് ലെയർ പോലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. കടയിൽ കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ പോലെ തന്നെ ഉണ്ട്. ലേഡ് പൊറോട്ടയാണ്. ലേഡ് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഓരോ ലെയറായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും അടിച്ചു കഴിഞ്ഞാൽ. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 പൊറോട്ട ഞാനിവിടെ സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വലിയ പൊറോട്ട ആയിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും വലിപ്പത്തിലിരിക്കുന്നത്. കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ചിക്കൻ കറിയും വെച്ച് നമുക്കൊന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. കടയിൽ കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ തന്നെ ഉണ്ട്. വീശിയടിക്കാത്ത അടിപൊളി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുക.